മൈത്രേയൻ, മനുഷ്യരുടെ ഇത്രയും കാലത്തെ വളർച്ചയിൽ മതത്തിന് ഒരു പങ്കില്ലേ? നമുക്ക് മതത്തെ മാറ്റി നിർത്തുന്ന വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോഴും മതത്തെ അങ്ങനെ പൂർണ്ണമായി മാറ്റി നിർത്തി മനുഷ്യരുടെ പരിണാമത്തെ അല്ലെങ്കിൽ പരിണാമ വളർച്ചയെ നമുക്ക് നിർവചിക്കാൻ കഴിയുമോ? നമ്മൾ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യരുടെ ജീവിതത്തിനെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ മനുഷ്യരുണ്ടായ കാലം എന്ന് പറയുന്നതിനെ പറ്റി മനുഷ്യരെ എപ്പോഴും മറന്നു. നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്ന ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്നവര് ഒരു 3 ലക്ഷം വർഷം ജീവിച്ചിരുന്നു എന്നുള്ള കാര്യമെങ്കിലും ഓർക്കേണ്ടതുണ്ട് ആൾക്കാർ. ചുരുങ്ങിയ വർഷം. അതിനകത്ത് മനുഷ്യരെന്ന് പറയുന്നവര് അന്നം തേടിപ്പോകാതെ ഒരിടത്ത് താമസിച്ച് കൃഷി ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്നതിന് ഈ 3 ലക്ഷം വർഷത്തിനകത്ത് ഒരു 10,000 വർഷമേ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ 10,000 വർഷം ജീവിക്കുന്നതിനകത്ത് നമുക്ക് ഇന്ന് ലോകത്തറിയപ്പെടുന്ന ഏതെങ്കിലും നിലവാരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മതങ്ങൾ ഇതൊക്കെ തന്നെയും 3000-നും 4000-നും അകത്തേ ഉള്ളു, അല്ലാതില്ല. അപ്പം വളരെ മനുഷ്യ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വളരെ റീസെന്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്ന നിലവാരത്തിൽ ഉണ്ടായ ഒരു ഫിനോമിന മാത്രമാണ് മതം. അല്ലാതെ മതമാണ് എന്തോ ഇത് സംഭവം മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിനകത്ത് വലിയ പങ്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ പങ്കെന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് ഇപ്പൊ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ, ഒരു മതവും ഇല്ലാത്ത കാലത്താണ് വിശ്വാസങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അത് അങ്ങനെ വ്യക്തമായിട്ട് അത് മനസ്സിലായേ പറ്റൂ. ഇന്നും നമുക്ക് ഈ ആദിവാസികൾ എന്ന് പറയുന്നവര് ജീവിക്കുന്നവര് ഇന്നും ലോകത്തുണ്ട്. അവിടെ എല്ലാം പോയി നമ്മൾ നോക്കുവാണെങ്കിൽ പല നിലവാരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ അവർക്കെല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസ പ്രമാണങ്ങൾ ഒന്നും തന്നെയും ഏതെങ്കിലും ഒരു മതവുമായി ഘടിപ്പിച്ച് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് അവർ ജീവിക്കുന്ന ഒരു സാധനമല്ല. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടതുള്ളത്. നമ്മൾ ഈ മതം ഉണ്ടാക്കിയതല്ല വിശ്വാസങ്ങൾ എന്ന് അറിയേണ്ടത്. വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിനെ കാര്യകാരണ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയ ഒരു കാലമുണ്ട്. അത് ആദ്യമായിട്ട് നമ്മൾ ഈ കല്ലുളി പോലുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തുക, തീയുടെ ഉപയോഗങ്ങൾ ചെയ്യുക, അത് എന്നുവെച്ചാൽ തീ കൊണ്ടാണ് ചൂടുണ്ടാകുന്നതെന്ന് കണ്ടെത്തുന്ന എന്നുവെച്ചാൽ ഒരു കാരണം, അതിന് ഒരു കാര്യം എന്ന് പറയുന്ന നിലവാരത്തിൽ ലോകത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഏത് കാര്യത്തിനും പുറകിലൊരു കാരണമുണ്ട് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യരുടെ ലോകം ഉണ്ടായി തുടങ്ങി. അങ്ങനെയാണ് ഒരു ആന്തരിക ലോകം മനുഷ്യർക്കുണ്ടാകുന്നത്. ഈ ആന്തരിക ലോകം എന്ന് പറയുന്നതിൻ്റെ തെളിവായി നമ്മൾ കാണുന്നത് മനുഷ്യ ശരീരം മരിച്ചതിന് ശേഷം നമ്മൾ അടക്കുക എന്ന് പറഞ്ഞ ബെറിയൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒത്തിരി നാളായിട്ട് 2 ലക്ഷം വർഷം മുമ്പ് തൊട്ട് തന്നെ മനുഷ്യർ ആരംഭിച്ചിട്ടുണ്ടെന്നും കാണേണ്ടതുണ്ട്. വെറുതെ നമ്മൾ മറ്റ് ജീവികൾ അതിൻ്റെ ശവശരീരം കളയുന്നത് പോലല്ല, നമ്മളതെടുത്ത് മണ്ണിൽ കുഴിച്ചിടുക എന്ന് പറയുന്ന നിലവാരത്തിൽ അടക്കുക എന്ന് പറയുന്നതൊക്കെ ഓരോ ഈ ഗോത്രങ്ങളും അവരുടെ സവിശേഷമായ രീതിയിൽ ചെയ്തു തുടങ്ങിയത് ഒരു ആന്തരിക ലോകം ഉണ്ടാകുന്നതും നമ്മൾ ഈ മരിച്ചെവിടെയോ പോകുന്നുണ്ട് എന്നും ഒക്കെ വിചാരിക്കുന്ന യുക്തികളൊക്കെ ലോകത്തുണ്ടായതാണ്. ഇതൊന്നും ആരെങ്കിലും ഒരു മതവിശ്വാസി വന്ന് പഠിപ്പിക്കുന്നത് വഴിയല്ല. മനുഷ്യർക്ക് കാര്യകാരണ സംബന്ധമായിട്ട് ജീവിതത്തിനെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ജീവിയായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് ഉണ്ടായതാണ് ഈ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അറിഞ്ഞുകൂടാത്തതിന്റെ പുറകിൽ നമുക്കറിഞ്ഞുകൂടാത്ത ഒരു ശക്തിയുണ്ട് എന്ന് കണ്ടെത്തുന്ന യുക്തി ഉണ്ടായി. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ഉപകരണങ്ങൾ ഒരു കമ്പെടുത്ത് അടിക്കുന്നത് പോലല്ല, കമ്പ് ചെത്തി കൂർപ്പിച്ച് ഒരു കുന്തമാക്കി മാറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ കരവിരുതും നമ്മളുടെ സങ്കല്പനവും കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് മുന പോലിരുന്നാൽ കുത്താൻ പറ്റും എന്ന് കണ്ടെത്തുന്ന യുക്തിയും
ചേർന്നിട്ടാണ് നമ്മൾ അതിനെ രൂപമാറ്റം വരുത്തുക, ട്രാൻസ്ഫോർമേഷൻ വരുത്തി ഉപകരണമാക്കി മാറ്റുന്ന പ്രവൃത്തി തുടങ്ങിയിട്ട് ഏതാണ്ട് 1,00,000 വർഷത്തോളം ആകുന്നുണ്ട്. അപ്പൊ ഈ കല്ലുളി, ഒരു ചീള് കല്ലെടുത്ത് നമ്മൾ ഒരു മൃഗത്തിന്റെ തോല് മുറിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തോല് മുറിച്ചെടുക്കുന്നതോ പോലെ അല്ല. ആ ഡെലിബറേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഉദ്ദേശത്തോടെ ചെയ്ത് രൂപപ്പെടുത്തിയ ഒരു കല്ലുളി കയ്യിൽ കരുതുക എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ മാറുമ്പോഴാണ് ആ കല്ലുളി താനേ ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ താനേ ഉണ്ടായിട്ടില്ലാത്തതിന് പുറകിൽ ഉണ്ടാക്കാൻ ഒരാളുണ്ട് എന്ന്, ഇതാരുണ്ടാക്കി, ഇതാരാണ് ഈ രൂപം മാറ്റിയതെന്നാണ് സത്യത്തിൽ ചോദ്യം ചോദിക്കേണ്ടത്. പക്ഷെ അതിനു പകരം ഉണ്ടാക്കിയത് ആരാണെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന വഴിയാണ് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടുപിടിക്കുന്ന യുക്തി വരുന്നത്. ആ യുക്തി വന്നതോടെയാണ് ഈ കാണുന്നതൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യം മനുഷ്യർക്കുണ്ടാകുന്നത്. അപ്പോഴാണ് ഇതിന് പുറകിലൊരു അദൃശ്യമായ, കാരണം നമ്മുടെ കാഴ്ചയിലില്ല, അദൃശ്യമായ ഒരു ശക്തി ഉണ്ടായി എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. ഒരു കണ്ടെത്തലാണ്. യുക്തിപൂർവമായി ആലോചിച്ചാണ് ഉണ്ടാക്കിയതിൽ നിന്ന് ഉണ്ടാക്കിയവനെ കണ്ടെത്തിയത്. ആ കണ്ടെത്തിയ വശത്തു നിന്നാണ് ഓരോ വസ്തുക്കളും നമ്മളുണ്ടാക്കിയതും നമ്മളല്ലാത്തൊരു ശക്തി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ടാക്കി. അപ്പോഴാണ് മനുഷ്യന്റെ ചാതുര്യവും കരവിരുതും അവന്റെ സങ്കല്പനവും കൂടെ ചേർന്നുണ്ടാക്കിയ വസ്തുവകകളെ മനുഷ്യനിർമ്മിതമായതെന്ന് കാണുകയും അങ്ങനെ അല്ലാത്തതിന്റെ പുറകിൽ ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ വിശ്വാസങ്ങളുടെ ലോകങ്ങൾ. അപ്പൊ ഏത് കാര്യത്തിന്റെയും പുറകിൽ ഒരു ശക്തിയുണ്ട്. അപ്പൊ ഒരു മരത്തിന്റെ പുറകിൽ, മരം വളരുന്നതിനൊരു ശക്തി വേണം. അങ്ങനെ മരത്തിനൊരു ദേവതയെ സങ്കല്പിക്കുന്നിടത്തെത്തി. നദി ഒഴുകുന്നതിന് ഒരു ദേവതയുണ്ടെന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ഗംഗാമാതാവ് എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏത് കാര്യത്തിൻ്റെയും പുറകിൽ അതിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും ചലിപ്പിക്കുന്നതിനുമായി ഒരു ശക്തി വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതും യുക്തിപൂർവം കണ്ടെത്തുന്നതുമായിട്ടുള്ള കാര്യം കൊണ്ടാണ് വിശ്വാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാ ഗോത്രത്തിനും അവരെ ഉണ്ടാക്കിയ ഒരു ശക്തിയുണ്ട് എന്ന് കണ്ടെത്തുന്നത് വഴിയാണ് കുലദൈവങ്ങളുണ്ടായത്. ആ കുലദൈവത്തിനോട് എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിനെ സവിശേഷമായി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കുന്ന ഒരു ദൈവസങ്കല്പം ഉണ്ടായി. അതുകൊണ്ടാണ് എല്ലാ ഗോത്രത്തിനും സ്വന്തം ദൈവം ഉണ്ടാകുകയും അവർ സ്പെഷ്യലാണെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നിടത്തേക്ക് എത്തി. ഇതൊക്കെയാണ് പ്രോസസ്സുകൾ. ഈ പ്രോസസ്സുകളിനെ എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ഭക്ഷണം തേടി ജീവിക്കുന്നവരിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നവരായ കൃഷി സമൂഹങ്ങൾ രൂപപ്പെടുന്നത്. ഒരു 10,000 വർഷത്തിന് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യർ മുഴുവനും കൂടെ ആരംഭിച്ചു എന്നുള്ള അർത്ഥമില്ല. മെഡിറ്ററേനിയൻ എന്ന് നമ്മൾ പറയുന്ന മധ്യധരണ്യാഴി പ്രദേശത്താണ് നമ്മുടെ ഇതുവരെയുള്ള അറിവിനകത്ത് ആദ്യമായി കൃഷി ആരംഭിച്ച ജനതയുള്ളത്. അവിടുന്ന് പലയിടത്തേക്കും ഈ അറിവ് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്ന നിലവാരത്തിൽ പോവുകയും എന്നാൽ സ്വതന്ത്രമായി തന്നെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. അത് ഈ അവിടെ മാത്രം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഇല്ലാത്തിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സൗത്ത് അമേരിക്കയില് ശരിക്കും പറഞ്ഞ 2000 വർഷം മുമ്പാണ് കൃഷി കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് അവർക്കില്ല. പലതവണ മനുഷ്യര് കൃഷി കണ്ടുപിടിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അറിവുകൾ പങ്കുവെച്ചു, ഒരിടത്തു നിന്ന് അത് കണ്ടെത്തി എല്ലായിടത്തോടും പരക്കുന്നത് പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നും അറിയേണ്ടതുണ്ട്. അപ്പം ആ കൃഷി ചെയ്യാൻ തുടങ്ങിയവര് ഒരു പ്രദേശത്ത് താമസിക്കുന്നവരായി മാറിയതാണ് നമ്മൾ ഈ പറയുന്ന ഒരു 3 ലക്ഷം വർഷത്തിനകത്തെ വളരെ അതുവരെ ഉണ്ടായിരുന്ന ജീവാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ആന്തരികമായ അസ്തിത്വം ഒരു പ്രദേശത്തിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ കൃഷിയോട് ബന്ധപ്പെട്ട് ആ പ്രദേശം നമ്മുടെ പ്രദേശമായി മാറുന്ന എന്ന് പറഞ്ഞാൽ അസ്തിത്വ ബോധം മാറി മാറി മറ്റേതാണെങ്കിൽ നടക്കുന്നിടത്തെല്ലാം ആയിരുന്ന മൊബൈലായിരുന്ന ചലനാത്മകമായിരുന്ന അസ്തിത്വ ബോധത്തിൽ നിന്ന് ഭിന്നമായി ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ച് നമ്മൾ അവിടുന്ന് പോയിട്ട് നമ്മുടെ വീട് ഏതാ എന്ന് ചോദിച്ചാൽ അങ്ങ് ദൂരെയാണ് എന്ന് പറയുന്ന അസ്തിത്വ ബോധം രൂപപ്പെടുന്നത് കൃഷിയോട് ബന്ധപ്പെട്ടാണ്.
ആ കൃഷിയുടെ ചുറ്റിനും നമ്മൾ ഉണ്ടാക്കിയ വേലി നമ്മുടെ വേലിയായി മാറുകയും നമ്മുടെ നാടായി മാറുകയും ഒക്കെ ചെയ്യുന്ന അസ്തിത്വ ബോധത്തിലേക്ക് മാറുമ്പോഴാണ് ഒരു പ്രദേശവാസികളായ മനുഷ്യരായി നമ്മൾ മാറുന്നത്. ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ ഒരു 10,000 വർഷം തൊട്ട് ആരംഭിക്കുകയും അതൊരു ചെറിയ ഗോത്രങ്ങളിനകത്ത് ഭക്ഷണം സുലഭമായി കിട്ടാൻ തുടങ്ങിയതോടെ നമ്പർ കൂടി വലുതായി വലിയ സമൂഹമായിട്ട് ആരാണോ കൃഷി ആരംഭിച്ചവര് വളരെ വേഗം വളർന്ന് നമ്പർ കൂടിയിട്ട് ചുറ്റുപാടിലേക്ക് പരക്കുക എന്ന് പറയുന്ന ഒരു പ്രദേശവാസികളായി പരക്കുക എന്ന് പറയുന്ന സംഭവം നടക്കുകയും തൊട്ടടുത്തൊക്കെ ഉള്ള ചെറിയ ഗോത്രവർഗക്കാരായിട്ട് നടന്നിരുന്ന, കാരണം നേരത്തെ തൊട്ട് അവരെ ഈ അവരെ ഇംഗ്ലീഷിൽ നൊമാഡ്സ് എന്ന് പറയുന്ന നാടോടികൾ എന്ന് നമ്മൾ വിളിക്കുന്നവരായിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്യും. അവരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിക്കുന്നവരായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ് പിന്നെ അങ്ങോട്ട് നടക്കുന്നത്. ആ പിടിച്ചുകൊണ്ട് വന്നവര് രണ്ടാം തരമായി മാറുക എന്ന് പറയുന്നത്, അതുവരെ ഗോത്രങ്ങളെല്ലാം വ്യത്യസ്തരായിരിക്കുന്നെങ്കിലും അവർ തുല്യരായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവർ തമ്മിലുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് വളരെ മിനിമം എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ തമ്മിൽ കണ്ടുമുട്ടുന്ന സമയത്ത് വയലന്റ് ആയിട്ട് അവർ പെരുമാറിയില്ലെങ്കിൽ തന്നെയും അകന്നിരിക്കുന്നവരായിട്ട് തുടരുന്ന ഗോത്രങ്ങളെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയ, കൃഷി എന്ന് പറയുന്നത് ആരംഭിക്കുന്നതോടെ അത് സംരക്ഷിക്കുകയും മറ്റുള്ളവരെ അവിടേക്ക് വരാൻ സമ്മതിക്കാതെയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകുകയും ഒക്കെ ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഗ്രാമങ്ങൾ രൂപപ്പെടുകയും ഗ്രാമങ്ങൾ വളർന്ന് പട്ടണങ്ങളാകുകയും പട്ടണങ്ങൾ വളർന്ന് നമ്മൾ നഗരങ്ങളാകുകയും ചെയ്യുന്നത് വഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകം ഉണ്ടായത്. അപ്പൊ പലതരത്തിലുള്ള ഗോത്രങ്ങളിലുള്ളവരെ പിടിച്ചുകൊണ്ട് അടിമകളാക്കി നിർത്തുമ്പോൾ പല തട്ടിലുള്ള മനുഷ്യരെ ഒന്നിച്ച് ചേർത്ത് നിർത്താനായിട്ട് ചെയ്യപ്പെടേണ്ട ഒരു പ്രവൃത്തി ആവശ്യമായി വരുന്നതാണ് ആദ്യം ആളുകളെ മെരുക്കുക എന്ന് പറയുന്നത്. പിടിച്ചുകൊണ്ട് വരുന്ന, നമ്മളിപ്പോൾ ആനയൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനെ മെരുക്കുന്ന പണിയാണ്. ആ സമയത്ത് ആരാണോ പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഈ പിടിച്ചുകൊണ്ട് വന്നവരെ നോക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഫുൾ ടൈം നിൽക്കേണ്ടി വരും. കാരണം അവരെപ്പോൾ വേണേലും ഓടിപ്പോകാം, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാം. അതുകൊണ്ട് അവരെ നോക്കുന്നത്, ഇപ്പൊ നമ്മൾ ജയിലിനകത്ത് കഠിനത്തടവിനിടുന്ന ആൾക്കാരെ എങ്ങനെയാണോ തോക്കും പിടിച്ച്, പണ്ടാണെങ്കിൽ വാളും അമ്പും മില്ലുമായിട്ട് നിന്നിരുന്നതിന് പകരം ഇന്ന് തോക്കും പിടിച്ച് നിൽക്കുമ്പോഴും ഇതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പണികൾ ചെയ്ത് നിൽക്കുന്ന ആളുകളെ ഒന്നിച്ച് നിലനിർത്തുക എന്ന് പറയുമ്പോൾ പിടിച്ചുകൊണ്ടുവന്ന പുരുഷന്മാര് അവരോടൊപ്പം വന്ന സ്ത്രീകളും ചേർന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ കുട്ടിക്കാലം തൊട്ട് ഈ എന്ന് പറഞ്ഞാൽ ജയിലിൽ വളരുന്ന ഒരു കുട്ടിയെ പോലാണ്. അവർക്ക് വേറെ ലോകമില്ല, അവര് സ്വതന്ത്രമായി ജീവിച്ചിരുന്നു എന്നുള്ളതിന് അറിവുമില്ല. അവർക്ക് കുട്ടിക്കാലത്ത് തൊട്ട് ശിക്ഷണം കൊടുത്താൽ അനുസരണയുള്ള ആളുകളെ ആക്കി മാറ്റാൻ പറ്റും എന്ന് കണ്ടെത്തുന്നതാണ് ആദ്യകാലത്തെ ഒരു പ്രക്രിയ. അതിനെയാണ് നമ്മൾ പണ്ടത്തെ ഗുരുകുലങ്ങൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ സെമിനാരികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മദ്രസകൾ എന്നൊക്കെ പറയുന്നത്. കുട്ടിക്കാലത്തെ പരിശീലനം കൊടുത്താൽ അനുസരണയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് പറയുന്ന കണ്ടെത്തലാണ് അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ പ്രമാണങ്ങളെ കോർത്തിണക്കി നമ്മൾ ഇന്ന് കാണുന്ന മതം എന്ന് പറയുന്ന ലോകത്ത് ഉണ്ടായത്. അത് ഒരു രാജ്യത്തിനകത്തുള്ള, എന്ന് ഞാൻ രാജ്യം എന്ന് പറയുമ്പോൾ വലിയൊരു നഗരമാണ് കേട്ടോ, നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രാജ്യങ്ങൾ അന്നില്ല. ഒരു കാട്ടിന്റെ നടുവിൽ ഒരു പട്ടണത്തിനെയാണ് നമ്മളന്ന് രാജ്യം എന്ന് പറയുന്നത്. രാജ്യം കഴിഞ്ഞാൽ പിന്നെ കാടാണ്. കാട്ടിൽ കാട്ടാളന്മാരായിട്ടും ആദിവാസികളാണെന്ന് നമ്മൾ വിളിക്കുന്നവരെല്ലാം അവിടെ ഉണ്ട്. അവരെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളാക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നഗരം വളരുന്നതിനുള്ള പ്രോസസ്സ്. അപ്പോൾ ആ പ്രോസസ്സിനകത്ത് ഈ ആളുകളെ കോർത്തിണക്കി നിർത്തുന്നതിന് ഓരോ ഗോത്രത്തിന്റെയും ദൈവത്തിനെ ഒരിടത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന പണിയാണ് ആദ്യകാലത്ത്. അപ്പം പ്രധാന ദൈവവും ഉപദൈവവുമാക്കി മാറ്റി അവരുടെ ദൈവത്തിനെ അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് അവരെ അവിടെ കോർത്തിണക്കി നിർത്താൻ പറ്റുമെന്ന് കണ്ടെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്ത് തൊട്ട് നിങ്ങൾ ഏത് തട്ടിൽപ്പെടുന്നവരാണെന്ന് കുട്ടിക്കാലത്ത് തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ പരുവപ്പെടുത്തിയെടുക്കുക. മെരുക്കുന്ന പണിയല്ല, ഇണക്കുന്ന പണിയാണ്. മെരുക്കലും ഇണക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. കുട്ടിക്കാലത്തെ തൊട്ട് നമ്മൾ ഇണക്കി വളർത്തുകയാണെങ്കിൽ അനുസരണയുള്ളവരായി മാറും എന്ന് കാണുന്നത് കൊണ്ട് അതിനു വേണ്ടി വരുന്ന ആശയ സംഹിത രൂപപ്പെടുത്തി എടുക്കുന്നിടത്താണ് പിന്നെ നമ്മൾ ഈ കാണുന്ന മതങ്ങൾ. അത് രാജ്യങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് ആ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം,
ഒരു മേൽത്തട്ടിൽ എന്ന് പറയുന്ന ആരാണോ പിടിച്ചുകൊണ്ട് വന്നവരുടെ രാജ്യമാണ്. ആ രാജ്യത്തിനകത്തെ മറ്റുള്ളവര് പല തട്ടുകളിൽ കഴിയുന്ന പ്രജകളാണ്. ആ പ്രജകളാക്കി, ഗോത്രത്തിലുള്ള ആൾക്കാരെ പ്രജകളാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് മതപരമായ പഠനം. അതുകൊണ്ടാണ് നമസ്കരിക്കാനും നിസ്കരിക്കാനുമാണ് ഇന്നും നമ്മൾ ഈ കാണുന്ന ആരാധനാലയങ്ങൾ. അത് ഏത് തരത്തിൽ ആരാധനാലയമായാലും ശരി, അവിടെ വീണ് വണങ്ങി കുമ്പിടാൻ, ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന പരിശീലന കളരിയായിട്ട് വേണം നമ്മൾ ഈ ആരാധനാലയങ്ങൾ. അത് പള്ളിയെന്നോ അമ്പലമെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലായിടത്തും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്നത് അതാത് പ്രദേശത്തിനനുസൃതമായ ആശയ സംഹിത ഉണ്ടാകും എന്നുള്ളതല്ലാതെ പൊതുവായി അതിന്റെ എല്ലാ ലക്ഷണവും, ഒരു ശക്തിയുണ്ട്, എല്ലാത്തിൻ്റെയും പുറകിൽ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് കീഴടങ്ങി വണങ്ങി നിൽക്കാനായിട്ട് പരിശീലിപ്പിച്ചാൽ ആ ശക്തിയുടെ റെപ്രസെന്റേറ്റീവായിരിക്കുന്ന രാജാവ് എന്ന് പറഞ്ഞാൽ ഈ മേൽത്തട്ടിലുള്ളവരുടെ തലവനായിരിക്കുന്ന അല്ലെങ്കിൽ തലവയായിരിക്കുന്നവരോട് നമുക്ക് ഈ രാജാവിന്റെ പ്രതിനിധിയാണ് അദ്ദേഹം. ആദ്യകാലത്ത് പ്രതിനിധിയെക്കാളും കൂടുതൽ അവതാരം എന്നാണ്. ഇപ്പൊ ഇന്ത്യക്കാരനെയൊക്കെ നോക്കിയാൽ രാമനൊക്കെ അവതരിച്ചതാണ്, ദൈവം നേരിട്ട് അവതരിച്ചതായിട്ട്, ഇങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവതാര പുരുഷന്മാരായിട്ടും അത് കഴിഞ്ഞിട്ട് അവരുടെ ദൈവത്തിന്റെ പ്രതിനിധിയായും പ്രവാചകനായും അത് കഴിഞ്ഞ ഏറ്റവും അവസാനം വരുമ്പോഴത്തേനും ദാസനായിട്ടും ആയിരുന്നു രാജാക്കന്മാരിയ്ക്കുന്നത്. ഇപ്പൊ കേരളത്തിനകത്തൊക്കെ വരുമ്പോഴത്തേനും പത്മനാഭദാസനാവും. കാരണം അപ്പോഴത്തേനും ജനങ്ങൾക്ക് ഇവർ നേരിട്ട് അവതരിച്ചെന്നൊക്കെ പറഞ്ഞാൽ എടുക്കാത്തത്രയും മറ്റു കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവതാരം, പ്രതിനിധി, പ്രവാചകൻ, അത് കഴിഞ്ഞിട്ട് അടിയാളം, ദാസൻ എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഗ്രേഡുകളുണ്ട്. ഇത് രാജാവിനുള്ള ഗ്രേഡാണെന്നുള്ള അറിയണം. ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് കീഴടക്കി ഈ ആളുകളെ മുഴുവനും കാണപ്പെട്ട ദൈവമാണ് രാജാവെന്ന് പഠിപ്പിച്ച് വണങ്ങാൻ, അനുസരിക്കാൻ, അതാരും പറയാതെ പീഡിപ്പിക്കാതെ ചെയ്യാൻ അവരെ പരിശീലിപ്പിക്കാതെ കുട്ടിക്കാലത്ത് ആരംഭിച്ചാൽ ഒരു 80% ആൾക്കാരും കീഴടങ്ങും. ഇതാണ് മതപരമായി പഠനം എന്ന് പറഞ്ഞാൽ. ഗോത്രത്തിനോട് കൂറുണ്ടായിരുന്ന ആൾക്കാരുടെ കൂറ് രാജാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന പ്രക്രിയയാണ് മതം. അപ്പൊ മതത്തിന്റെ റോൾ എന്ന് പറയുന്നത് അനുസരണയുള്ള പ്രജകളെ സൃഷ്ടിക്കുന്നതാണ്. അത് അതാത് പ്രദേശത്തെ അവിടുത്തെ പ്രകൃതിക്ക് അനുസൃതമായിട്ടും ചുറ്റുപാടുകൾക്ക് അനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങളും വേരിയേഷൻസുമാണ് നമ്മൾ വ്യത്യസ്തമായ മതങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുപോലെ ഒരു ചെറിയ രാജ്യത്തിന് അനുസൃതമായിട്ടുള്ള ചെറിയ വിശ്വാസങ്ങളായിട്ട് നിൽക്കുന്നതും അത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങൾ ചേർന്ന് സാമ്രാജ്യങ്ങളായി മാറുന്ന സമയത്ത് ഈ ദൈവത്തിന്റെ വളർച്ച അതിനകത്തുണ്ട്. അങ്ങനെയാണ് സമ്രാട്ടുകളുടെ ദൈവങ്ങളായിട്ട് മാറുകയും വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൊച്ചു കൊച്ചു ദൈവങ്ങളെ മുഴുവനും കൂടെ ഒന്നിച്ച് ചേർത്താണ് ഒരൊറ്റ ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്തുന്നത്. ഒരു 2000-3000 വർഷത്തിനകത്തുള്ള ഒരു പ്രക്രിയ. അത് എത്രത്തോളം നഗരവൽക്കരണം വന്നിട്ടുള്ള ഒരു സമൂഹമാണ് അതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സോഫിസ്റ്റിക്കേഷൻ വിശ്വാസങ്ങളിലുണ്ടാവും. സോഫിസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതകളോടെ നമ്മൾ എങ്ങനെയാണ് ഈ ദൈവം എന്ന് പറയുന്നത്. ഇപ്പം ഇന്ത്യക്കാരൻ്റെയൊക്കെ ബ്രഹ്മം എന്നൊക്കെ ഉള്ള സങ്കല്പമൊക്കെ എത്തുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും സൂക്ഷ്മമായ ആശയങ്ങളൊക്കെ അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ഏകദൈവ വിശ്വാസത്തിനകത്ത് പോലും ദൈവം സ്നേഹമാണെന്ന് യേശുക്രിസ്തു പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വളരെ അതുവരെ വെട്ടുകയും കുത്തുകയും ചെയ്തിരുന്ന മോസസിന്റെ ദൈവത്തിൽ നിന്ന് പുതിയ നിയമം എങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയണമെങ്കിൽ നഗരവൽക്കരണം എത്രത്തോളം വികസിക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും ആ ദൈവസങ്കല്പങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴും നമ്മൾ കാട്ടിലെ ആദിവാസികൾ അവിടെ പോയാൽ അവരുടെ ദൈവം എന്ന് പറയുന്നത് പല്ലൊക്കെ ഇളിച്ച് നിൽക്കുന്ന നിലവാരത്തിലുള്ള രൂപങ്ങളായിരിക്കും അവരുണ്ടാക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിൽ സൂക്ഷ്മമായിട്ടുള്ള ഗുണങ്ങളുള്ള ദൈവത്തിനെ ഒന്നുമല്ല. ഇന്ത്യക്കാരൻ്റെ വിദ്യാസമ്പന്നയായിട്ടിരിക്കാനായിട്ട് വീണയായിട്ടിരിക്കുന്ന സരസ്വതിയൊന്നും ആദ്യകാലത്ത് ഉണ്ടാക്കത്തില്ല. കാളിയൊക്കെ ആദ്യം ഉണ്ടാക്കുകയുള്ളൂ. ധർമ്മിഷ്ഠയൊക്കെ ആയിട്ട് നിന്ന് എല്ലാവരും വെട്ടിക്കൊല്ലുന്നത്. എല്ലാവരും ഇപ്പം ഇന്ത്യക്കാരൻ്റെ 10 അവതാരം എടുത്താൽ 10 എണ്ണവും കൊല്ലാനുണ്ടായതാണെന്നും അവസാനത്തത് ഇപ്പോഴും കൊല്ലാൻ മാത്രം വരുന്നതായിട്ടാണ് കൽക്കിയെ സങ്കല്പിക്കുന്ന പോലും. അപ്പൊ ഇങ്ങനെ സ്നേഹിക്കുന്ന യുക്തി പോലും ഇല്ല. അനുസരണയും ഭയവും ഉൽപ്പാദിപ്പിച്ച്
പഠിപ്പിക്കുക എന്ന് പറയുന്ന, കീഴടക്കുക എന്ന് പറയുന്നതും ഒക്കെയാണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന ഒരു ശക്തിയെ പറ്റിയാണ് സങ്കല്പിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മേപ്പോട്ട് നോക്കുന്നത്. ദൈവം അങ്ങ് മുകളിലാണ് ഇരിക്കുന്നത്. മുകളിലിരുന്ന എല്ലാവരെയും പഴയ കാലത്തെ CCTV ക്യാമറ പോലെ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തികളെ മുഴുവൻ കണക്കെഴുതിക്കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ അതിനെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു വലിയ സാമ്രാജ്യത്തിനകത്ത് ആന്തരികമായി, മറ്റേത് ആളുകളെ നോക്കാൻ ആളുകളെ ഏർപ്പെടുത്തുന്നതിന് നിർത്തുന്നവരെ വേണ്ടാതാക്കുന്നതാണ് മതം. ഒരു വിസിലടിച്ചാൽ എല്ലാവരും വന്ന് ലൈനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ മതപരമായ മാമോദീസയൊക്കെ മുക്കി പരിശീലനം കൊടുത്ത് മദ്രസയിൽ വളർത്തി, അല്ലെങ്കിൽ സെമിനാരിയിൽ വളർത്തി, മതപാഠശാലയിൽ വളർത്തി, ഇന്ത്യക്കാരൻ്റെ ഉപനയനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള പൂണൂലുമൊക്കെ ഇടിയിച്ച് വളരെ നിഷ്ഠയോടെ വളർത്തിക്കൊണ്ടുവന്നാൽ വളരെ അനുസരണയുള്ള ആളുകളായി മാറ്റാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ്. ആ പ്രക്രിയയാണ് നമ്മൾ മതം എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സമ്രാട്ടുകളുടേതായ ചെറിയ രാജ്യമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മതവിശ്വാസങ്ങളെ ഉണ്ടാവുള്ളൂ. വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് തൊട്ട് ആരംഭിച്ചതിനെ ഒരു കോർമ്പലെ കോർത്ത് ഇണക്കി ഒരു രാജ്യത്തിന്റെ പ്രജകളെ എങ്ങനെ നിയന്ത്രിതമായി കൊണ്ടുപോകാനായിട്ട് പഠിപ്പിക്കുന്ന മേഖലയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് മതം മനുഷ്യർക്ക് ആശ്വാസകരമായി നിൽക്കുന്നു എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനെയും പോലെ ഒരു ശക്തി മുകളിലിരുന്ന് എല്ലാ കാര്യവും ചെയ്യുന്ന ആളിന് വണങ്ങാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വഴി ആശ്രിതത്വത്തിലുണ്ടാകുന്ന ആശ്വാസങ്ങളേ ഉള്ളൂ. അല്ലാതെ തന്നെത്താൻ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരായി മാറുന്നിടത്തല്ല. അതാണ് ആശ്രിതത്തിന്റെ ആശ്വാസങ്ങളാണ് ഈ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പോയി നമസ്കരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ആശ്വാസം എന്ന് പറയുന്ന ആശ്രിതത്വത്തിന്റെ ആശ്വാസമാണെന്ന് നമ്മൾ അറിയണം. അല്ല സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായി മാറുന്ന മെക്കാനിസങ്ങളല്ല. അതുകൊണ്ടാണ് ആന്തരികമായ നിയന്ത്രണങ്ങൾക്ക് കാലേല ചങ്ങല ആന്തരികമായ ചങ്ങലയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കീഴടക്കലിൻ്റെതായ, വിധേയത്വത്തിൻ്റെതായിട്ടുള്ള, ആശ്രിതത്വത്തിൻ്റെതായിട്ടുള്ള അഭയം എന്ന് പറയുന്ന, നമ്മളെല്ലാത്തിനകത്ത് അഭയം കണ്ടെത്താനായിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കണമെന്ന്. ആ ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവ് എന്ന് പറയുന്നത് വഴി രാജാവിനും കീഴടങ്ങി നിൽക്കാനായിട്ട് പരിശീലനം കിട്ടുന്ന പ്രോസസ്സിനെയാണ് മതം എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നിച്ച് ചേർക്കുന്നത് തട്ടായിട്ടാണ്. ഒന്നിച്ച് ചേർക്കുകയല്ല ചെയ്തത്, വിഭജിച്ച് ഓരോ ഗോത്രവും വ്യത്യസ്തമായി നിൽക്കും. ആ വ്യത്യസ്തമായി നിൽക്കുന്നവരുടെ തട്ടിനകത്താണ് അവരെ യോജിപ്പിക്കുന്നത്, തുല്യരായിട്ടല്ല. അതാണ് നമ്മൾ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരനെ ഇന്ത്യയിലൊക്കെ ഫിലോസഫി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഏകത്വത്തിൽ വരെ മനുഷ്യരെത്തും, പക്ഷെ സമത്വത്തിൽ എത്തത്തില്ല. ഇതാണ് നമ്മൾ അറിയേണ്ടത്. എന്താണ് ഈ ആശ്രിതത്തിനകത്ത് തട്ടായ ആശ്രിതത്വത്തിനുള്ള സ്ഥലമാണ്. അപ്പൊ ഓരോ വിഭാഗത്തിന് അവര് ഏത് പ്രദേശത്താണോ ഒരു വിഭാഗം നിന്നിരുന്നത്, ഒരു ഗോത്രം നിന്നിരുന്നത്, അവർക്ക് അവിടെ ജീവിക്കാനുള്ള സ്കിൽ സെറ്റുകൾ അവർക്കുണ്ടാവും, കഴിവുകളുണ്ടാവും. ഇപ്പൊ മരങ്ങളുള്ള കാട്ടിൽ വളരുന്നവർക്ക് തേനെടുക്കാനും മരത്തെ കയറാനും അറിയും. തോട്ടിന്റെ കരയിൽ വളരുന്നവർക്ക് മീനെ പിടിക്കാൻ അറിയും. കടലിന്റെ അടുത്തുള്ളവർക്ക് കടലിൽ നിന്ന് മീനെ പിടിക്കാൻ അറിയും. അങ്ങനെ ഓരോ പ്രദേശത്തിനനുസൃതമായി ജീവിക്കാനുള്ള കഴിവിനെ നഗരവൽക്കരണത്തിനകത്തേക്ക് ഇവരെ പിടിച്ചുകൊണ്ടുവരികയോ ക്ഷണിച്ചുകൊണ്ടുവരികയോ ചെയ്യുമ്പോൾ അവർക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്, അവർ സ്വാഭാവികമായി ഒരു പ്രദേശത്ത് കിട്ടിയിരുന്ന സ്കില്ലുകളെ, കഴിവുകളെ അവരുടെ തൊഴിലാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയും കൂടാണ് ഇതിനകത്ത് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഇന്ത്യക്കാരനൊക്കെ ജാതി എന്ന് നമ്മൾ പറയുന്നത് കുലത്തൊഴിലുകൊണ്ട്. എന്ന് വെച്ചാൽ കുലം അവർക്ക് അങ്ങനെ ഒരു തൊഴിലൊന്നുമല്ല. മരത്തെ കയറുന്ന കുരങ്ങിന്റെ പണി തൊഴിലല്ല, അതായത് ജീവിക്കാനുള്ള ഉപാധി മാത്രമാണ്. കടലിൽ നിന്ന് മീനെ പിടിക്കുന്നത് അവരുടെ ജീവിച്ചിരിക്കാനുള്ള കഴിവാണ്. അത് പക്ഷെ മറ്റുള്ളവർക്ക് ആ മീൻ കൊടുക്കുന്നിടത്തേക്ക് എത്തിയപ്പോഴാണ് അവരുടെ ജീവനോ ഉപാധി തൊഴിലായി മാറുക എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന
ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന സാധനം ഒരു ലോകത്തുണ്ടാകുന്നത്. ആരെങ്കിലും ലേബർ ഡിവൈഡ് ചെയ്ത് ആരംഭിക്കുകയല്ലത്. ഓൾറെഡി ഉള്ള കഴിവിനെ ഒരു പ്രദേശത്തുള്ള ആൾക്കാരെ കീഴടക്കി കൊണ്ടുവന്ന് അടിമകളാക്കി മാറ്റുമ്പോൾ അവർ ജീവിക്കാൻ ഉപയോഗിച്ചിരുന്ന അധ്വാനങ്ങളെ അവരുടെ തൊഴിലാക്കി മാറ്റിയതാണ് ജാതി സമ്പ്രദായം. അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായതല്ല, ലോകത്തെല്ലായിടത്തും അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും മാറ്റമില്ലാതെ പെർസിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ആന്തരികമായി ജന്മസിദ്ധാന്തങ്ങളൊക്കെ ഉപയോഗിച്ച് അവര് അതിനുവേണ്ടി തന്നെ നിൽക്കുന്നതാണെന്നും ഇപ്പൊ ഗാന്ധിയൊക്കെ വന്നിട്ട് ഈ ചെയ്യുന്ന ഏറ്റവും അപമാനകരമായി ചെയ്യുന്ന പണി പോലും അവന്റെ ഭാഗ്യമാണെന്ന് കാണണമെന്ന് വരെ പറയുന്ന സ്ഥലത്ത് ഈ തൊഴിൽ കുടുക്കി നിർത്തുന്ന പ്രക്രിയയാണ് ജാതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആ പ്രോസസ്സുകളിനകത്തൂടെ മനുഷ്യർക്ക് ആശ്രിതത്വവും അഭയവും നൽകുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടേതല്ലാതാക്കി നമുക്ക് തന്നതായിട്ട്, നമ്മൾ അനുഗ്രഹങ്ങളായിട്ട് തന്നതായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിക്കുന്ന പ്രക്രിയയാണ് മതപരമായ വിദ്യാഭ്യാസത്തിനകത്തൂടെ അവർ ചെയ്തെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാലേല ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് മതം എന്ന് പറയുന്നത്. ഇപ്പൊ നാരായണഗുരുവൊക്കെ മതം എന്ന് പറയുന്നത് എന്തോ സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനും വേണ്ടി ഓരോ ആളുകളും ഓരോ വിഭാഗവും കണ്ടെത്തി ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ ഈ സാമൂഹിക പ്രക്രിയയെ നിഷേധിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് മുമ്പിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് എഴുതി വെക്കുന്നിടത്ത് എല്ലാവരും ചെല്ലാത്തത്. കാരണം അതിനകത്ത് സൂക്ഷ്മമായി നമ്മുടെ ഈ പറയുന്ന അടിമത്തം ഒളിച്ചിരിക്കുന്നു എന്ന് കാണാതെ പോകുന്ന വശമാണത്. ആ വരികൾ എവിടെ വെക്കാൻ നമുക്ക് പറ്റും? ബസ് സ്റ്റോപ്പിൽ വെക്കാൻ പറ്റും, ചന്തയിൽ വെക്കാൻ പറ്റും, കക്കൂസ് വെക്കാൻ പറ്റും, ബസ്സിനകത്ത് വെക്കാൻ പറ്റും. കാരണം എല്ലാവരും ആവശ്യമായിട്ട് ഒന്നിച്ചു കൂടുന്ന ഇടമാണ് ഇത്. ഈ മൂല്യബോധം പല തട്ടിൽ കഴിഞ്ഞിരുന്ന പലതരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നവരെ ഒരു ഫാക്ടറിക്കകത്തേക്ക് കൊണ്ടുവന്ന് പുത്തനായി പരിശീലനം കൊടുത്ത് പഠിപ്പിക്കുന്ന ഫാക്ടറി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് സമത്വം എന്ന് പറയുന്ന ആശയം ലോകത്തുണ്ടാകത്തുള്ളൂ. അതിന്റെ രീതി ജനാധിപത്യപരമായിട്ട് എല്ലാവരും തുല്യരാണ്, എല്ലാവരും സഹോദരരാണ്, എല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ടവരാണെന്ന് പറയുന്ന ആശയം എന്തുകൊണ്ടാണ് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് വരുന്നത്? പല തട്ടിൽ കഴിഞ്ഞിരുന്നവരെ ഒന്നിച്ച് ചേർത്തത് ഫാക്ടറിയാണ്, അല്ലാതെ മതമല്ല. മതം പല തട്ടിലാക്കി കോർത്ത് നിർത്തുകയാണ് ചെയ്തത്. ഒരു കോർമ്പലെ കോർക്കുന്ന പോലെ കോർക്കുക ചെയ്തത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ആളുകളെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ അല്ല, തട്ടായി ഉപയോഗപ്രദമായി ഒന്നിപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നടന്നത്. ആർക്കോ ഉപയോഗിക്കാൻ, ആ ജീവിക്കുന്നവർക്കുള്ളതല്ല, അവരടിമകളായി മാറുകയാണ് ചെയ്യുന്നത്. ആന്തരികമായി പോലും അടിമയാക്കി മാറ്റുന്ന, സ്വതന്ത്രമായി ചിന്തിക്കാൻ പോലും കഴിവില്ലാതാക്കി മാറ്റുന്ന തരത്തിൽ നമ്മൾ ജനിച്ചത് ഈ പണി ചെയ്യാനാണ്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് എന്നുള്ള വരിയൊക്കെ എങ്ങനെയാ വരുന്നത്? സ്വധർമ്മം എന്ന് പറയുന്നത് ജാതീയമായി തട്ടുതട്ടായി നിൽക്കുന്ന സമൂഹത്തിന്റെ ന്യായമാണത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ന്യായങ്ങളെ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് അതുവരെ അറിയുന്ന ഒരു തൊഴിലുമല്ലാത്ത പുത്തനൊരു തൊഴില് ഒരു ഫാക്ടറിക്ക് അകത്തുണ്ടാകുമ്പോൾ അതിന് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരുന്നിടത്താണ് ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. ആ ആധുനിക വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തുല്യരായ മനുഷ്യരാണെന്നും പുതിയ സ്കിൽ സെറ്റും അതുവരെ ഉണ്ടായിരുന്ന കുലത്തൊഴിലുകളിൽ നിന്ന് മോചിച്ച് പുതിയ ഒരു ലോകത്തിനെ പറ്റി സങ്കല്പിക്കേണ്ട ആവശ്യവും മനുഷ്യര് തുല്യരാണെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതുകൊണ്ടാണ് ഒരു 200 വർഷം മുമ്പ് മനുഷ്യർ തുല്യരാണെന്ന് പറയുന്ന, നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്തൊക്കെ ഇക്വാളിറ്റി, ഫ്രെറ്റേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ലോകത്തുണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോഴാണ് മതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ വിച്ഛേദമുള്ള പുത്തൻ മനുഷ്യർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. ഉണ്ടായവരുടെ ഭരണക്രമമാണ് ജനാധിപത്യം. അതുവരെ രാജഭരണം തന്നെയാണ്. അപ്പൊ ഇത് ലോകത്ത് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് സംഭവിക്കുകയാണ്. അല്ല, പല നാട്ടിൽ പലതരത്തിലാണ്. അതുകൊണ്ട് ഇന്നും രാജാക്കന്മാർ നിൽക്കുന്നിടമുണ്ട്, ഇന്നും
എന്താണ് ഗോത്രവർഗങ്ങളിൽ നിൽക്കുന്നുണ്ട്. മനുഷ്യരിലെ ഈ പറയുന്ന വികാസ ഘട്ടങ്ങൾ, അല്ലാതെ മനുഷ്യരെല്ലാവരും കൂടെ ഒരു വികാസ ഘട്ടമാണെന്ന് കാർൽ മാർക്സ് പറയുന്ന പോലെ അല്ല അത് മനസ്സിലാക്കേണ്ടത്. മനുഷ്യ പറയുന്ന ജനങ്ങള് ഇന്നും ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറയുന്ന നായാടി ഭക്ഷണം ശേഖരിക്കുന്നവരും ഇന്നുണ്ട്, കൃഷി ആരംഭിക്കാൻ തുടങ്ങിയവരുണ്ട്, കൃഷി വികസിപ്പിച്ചവരുണ്ട്, കൃഷി വ്യവസായമായി മാറിയിരിക്കുന്ന ലോകത്ത് വരെ എത്തിച്ചേർന്നിരിക്കുന്ന കാർഷികമായ മാറ്റങ്ങളുള്ള ബോധ രൂപീകരണവും നടന്നിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള മനുഷ്യരും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങൾ ഉണ്ടാകുന്നത് വഴി ഉണ്ടായ ആന്തരിക മാറ്റം എന്ന് പറഞ്ഞാൽ പരസ്പരം അറിഞ്ഞുകൂടാത്ത ജനതയുള്ള കേന്ദ്രങ്ങളാണ് പട്ടണങ്ങളും നഗരങ്ങളും. ഗ്രാമത്തിൽ എല്ലാവർക്കും എല്ലാവരെയും അറിയാം, അസ്തിത്വത്തിനെ പറ്റി യാതൊരു സംശയമില്ല. അവൻ ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണെന്ന് ഉള്ളത് കൃത്യമാക്കാൻ, ഏത് തട്ടിൽ കഴിയേണ്ടവനാണെന്ന് വ്യക്തതയോടെ അറിയുന്നതാണ് ഗ്രാമം. അത്രയും വ്യക്തത ഇല്ലാതിരിക്കുന്നതാണ് പട്ടണം. തീരെ പരസ്പരം അറിഞ്ഞുകൂടാതിരിക്കുന്ന അത്രയും വലുതായി പോയതാണ് നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നഗരത്തിനകത്ത് ഒരാൾക്ക് അയാളുടെ അതുവരെ ഉണ്ടായിരുന്ന അറിവോ അതുവരെ ഉണ്ടായിരുന്ന ഐഡന്റിറ്റികളോ സ്വത്വബോധങ്ങളോ നഷ്ടപ്പെടുത്തി നിൽക്കാനൊക്കുന്ന ലോകം രൂപപ്പെടുക എന്ന് പറയുന്നത് സംഭവിക്കുന്നു. ഇത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ലോകത്തിന്റെ ട്രാൻസ്ഫർമേഷനെ അതിനെ അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നഗരങ്ങളിൽ പോയി നമ്മുടെ ഐഡന്റിറ്റി പറഞ്ഞാൽ ആർക്കും അതിന്റെ മനസ്സിലാകത്തില്ല, അവർ ഏത് തട്ടിപ്പെടുന്നവരാണെന്ന് തിരിച്ചറിയാത്ത തരത്തിൽ മാറിപ്പോകുന്ന സ്ഥലം ഉണ്ടായത്. ആ മിക്സ്ചർ എന്ന് പറയുന്ന സാധനം അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ വ്യത്യസ്ത ജാതി സമൂഹങ്ങളിൽ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളിൽ നിന്നിരുന്നവരെ പൗരരായി മാത്രം കാണാനൊക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നതാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്സിനകത്താണ് രാജാവിനെ നമ്മൾ മാറ്റുന്നത്. ജനാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നത് ക്രോംവെല്ല് ഇംഗ്ലണ്ടില് ഉണ്ടാക്കുകയും, പക്ഷെ അതൊരു ഒലിഗാർക്കി എന്ന് നമ്മൾ പറയാവുന്ന പണക്കാരായ പ്രഭുക്കന്മാരുടെ കൂട്ടായ്മയാണ് ആദ്യത്തെ ജനാധിപത്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. അവര് രാജാവിനെ മാറ്റി തുടങ്ങിയപ്പോൾ അവിടെ അവരുടെ ഇടയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുകളെ പറ്റി സംസാരിക്കുന്നതിന് ശേഷം അത് സ്പ്രെഡ് ചെയ്യാൻ, ആ ആശയം ലോകത്ത് മുഴുവൻ എവിടൊക്കെ ഫാക്ടറി ആരംഭിച്ചോ അവിടെ എല്ലാം ഇത് ഉണ്ടായി. അതിന്റെ ഭരണ സംവിധാനം എന്ന് പറയുന്ന, ഫാക്ടറിയുടെ ഭരണ സംവിധാനം എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന് രൂപപ്പെടുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നത്. ആ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ട് ഇന്നും എത്തിച്ചേർന്നിട്ടില്ലെന്ന് അറിയണം. ഇപ്പൊ സൗദി അറേബ്യയിലോ ഒമാനിലോ ഒന്നും തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ല. അപ്പൊ മനുഷ്യർ എല്ലായിടത്തും കൂടെ ഒരുപോലാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല. കാർൽ മാർക്സ് അങ്ങനെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രിമിറ്റീവ് കമ്മ്യൂണിസമാണ്, അത് കഴിഞ്ഞ് അടിമത്തമാണ്, അത് കഴിഞ്ഞ് ഫ്യൂഡലിസമാണ്, അത് കഴിഞ്ഞിട്ട് സോഷ്യലിസമാണെന്നൊക്കെ പറയുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് മനുഷ്യരുടേതാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരു ചെറിയ പ്രദേശത്തുണ്ടായിരിക്കുന്ന വ്യത്യാസങ്ങളാണത്. അത് എല്ലാവർക്കും കൂടെ ചേർക്കുന്ന നിലവാരത്തിൽ പറഞ്ഞാൽ ഏത് ഘട്ടത്തിലാണ് മനുഷ്യരിപ്പോൾ ഉള്ളത് എന്നൊക്കെ കണ്ടെത്തുന്നതിന് തല ഒട്ടിച്ചിട്ടുണ്ട് മനുഷ്യൻ. നമ്മൾ മനസ്സിലാക്കാനുള്ളത് പലതരത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം രാജഭരണമാണ് വന്നത്, നമ്മൾ അത് മറക്കരുത്. നെപ്പോളിയൻ അവിടെ വരുന്ന സമയത്ത്. അപ്പൊ അത് കാരണം കൊണ്ട് വെച്ചടി മുന്നേറ്റം എന്ന് പറയുന്ന തരത്തിൽ മേപ്പോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള നിലവാരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഇങ്ങനൊന്നും അല്ല നമ്മളത് മനസ്സിലാക്കേണ്ട. വളരെ സങ്കീർണമായ പലതരത്തിലുള്ള സമൂഹങ്ങളുള്ള ഒരു രാജ്യത്തിനകത്ത്, ഒരു നഗരത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഗ്രാമങ്ങളിൽ സംഭവിക്കത്തില്ല. അത് അവരും കീഴടങ്ങിയ ഒരു രാജ്യത്തിനകത്തെ പ്രജകളായിട്ടിരിക്കും. പക്ഷെ നഗരത്തിനകത്തെ ആൾക്കാരുടെ ആന്തരികമായ ബോധം എന്ന് പറയുന്നത് പരസ്പരം ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത കൂട്ടായ്മയുടെ ബോധമാണ്. ഇതുപോലുള്ള സങ്കീർണതകൾ ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ഈ മതം എന്ന് പറയുന്ന സാധനം ആളുകളെ നിയന്ത്രിക്കാനും കീഴടക്കാനും വേണ്ടി രൂപപ്പെട്ടതാണെന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ പിന്നെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് എതിരെ സമരം ചെയ്തു വന്നിരുന്ന ഒരു ഐക്യം മാത്രമാണ് ഉണ്ടാകുന്നത്. ആ ഐക്യത്തിനകത്ത് നമ്മുടെ ഭരണഘടന വരുമ്പോൾ എല്ലാവരും തുല്യരാണെന്ന് എഴുതി വെക്കുമെങ്കിൽ അതിന്റെ കാരിയേഴ്സായി മാറാനായിട്ട് ഈ നഗരങ്ങളിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരാരും ആ ഭരണഘടന വായിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ ജാതി മത സമ്പ്രദായങ്ങളുടേതായിട്ടുള്ള തട്ട് സമൂഹങ്ങളിൽ തന്നെ തുടരുകയായിരുന്നു ചെയ്തിരുന്നത്.
അപ്പൊ ഈ സമയത്ത് എന്താ പറ്റി, രാജാക്കന്മാരെ ഇപ്പൊ 400 ചില്ലുവാനും 500 ചില്ലുവാനും രാജാക്കന്മാരുണ്ടായിരുന്ന രാജാക്കന്മാരെ പെൻഷൻ കൊടുത്ത് മാറ്റി ഇന്ത്യയിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുമ്പോൾ, ഞാനിപ്പം ലോകത്തിനെ പറ്റിയല്ല ഇപ്പൊ പറയുന്നത്, ഇന്ത്യയെ പറ്റിയാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് ഇന്ത്യ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഈ രാജാക്കന്മാരെ മാറ്റുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ആളുകള് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ഈ രാജാവെന്ന് പറയുന്നത് രൂപപ്പെടുന്നത് രണ്ട് പേര് തമ്മിൽ നടക്കുന്ന ഇടപാടുകളിനകത്ത്. ഞാൻ വെള്ളരിക്ക ഉണ്ടായി, നീ തക്കാളിക്ക ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു പങ്ക് എനിക്ക് തരണമെന്ന് പറയുന്ന ഗുണ്ടാ സംഘ നേതാവാണ് ആദ്യകാലത്തെ രാജാവ്. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അപ്പൊ അവര് സംഘടിതമായി ഒരു കുറച്ച് ഗുണ്ടകളെ ഒന്നിച്ച് ചേർന്നിരിക്കുന്നതിന്റെ നേതാവാണ് പിൽക്കാലത്ത് ഈ ചുങ്കം എന്ന് പറയുന്നതും അതിനോട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ഭരണ സംവിധാനവുമാണ്. അവരുടെ ആശയങ്ങള്, അവരെ ഞാൻ രാജാവ് കാണപ്പെട്ട ദൈവമാണെന്ന് പഠിപ്പിക്കുന്നതിനകത്തൂടെ ഈ ഉണ്ടാകുന്ന സ്വത്ത് മുഴുവനും രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട് മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സ്വത്ത് ആണ് എല്ലാവരുടേതുമാണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ യുക്തികൾ വരുമ്പോഴും രാജാവിനെ മാറ്റുന്ന സമയത്ത് ചുങ്കത്തിന്റെ പ്രശ്നമാണ് നമ്മൾ അന്നത്തെ സർക്കാർ എന്ന് നമ്മൾ പറയുന്നതിനകത്തേക്ക് മാറുന്നുള്ളൂ. പക്ഷേ ആളുകളുടെ മാനസികമായിട്ടുള്ള നിയന്ത്രണത്തിന് രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ആരാധനാലയങ്ങളിൽ ആളുകള് രാജാവിനെ മുഖം കാണിച്ച് ഇണക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെ ഈ ദൈവത്തിനെ ഇണക്കാൻ വേണ്ടി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് കാണിക്കപ്പെട്ടികൾ. എല്ലാ ആരാധനാലയങ്ങളിലും കാണിക്കപ്പെട്ടിവരെ വെച്ച് അതിനകത്ത് ഇടുന്ന പണം രാജാവിലേക്ക് പോകുമായിരുന്നു. ആ രാജാവിലേക്ക് പോയിരുന്ന പണം രാജാവിനെ നമ്മൾ പെൻഷൻ കൊടുത്ത് മാറ്റിയപ്പോൾ ഈ പണം മുഴുവനും മത നേതാക്കൾ എന്ന് പറയുന്ന രാജാവിന്റെ കിങ്കരന്മാരായിട്ടിരുന്ന ആശയ കിങ്കരന്മാരായിട്ടിരുന്നവരുടെ കയ്യിലായി. ഇങ്ങനെ മത നേതാക്കന്മാരുടെ പണം, കയ്യിലുള്ള പണം അവരുടേതായി മാറുകയും അവർ വലിയ സമ്പന്നരായി മാറുകയും ചെയ്തു. കാരണം ഈ പണം എന്ന് പറയുന്നത് ആധുനിക ജനാധിപത്യ സർക്കാരിന്റെ കയ്യിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഈ കേരളത്തിലൊക്കെ ആണെങ്കിൽ ദേവസ്വം ബോർഡൊക്കെ ഉണ്ടാക്കി അല്പം ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ലാതെ ധനം മുഴുവനും മത നേതാക്കളായവരുടെ കയ്യിലാകുകയും അവർ വളരെ സമ്പന്നരായി മാറുകയും ചെയ്യും. അവർക്ക് അവരുടെ ആ മതം എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഈ ജനങ്ങൾ, കുഞ്ഞാടുകളായിരിക്കുന്ന ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള സിസ്റ്റമാക്കി അവർ രണ്ടാമത് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പൊ എന്തുപറ്റി? ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതിന് പകരം ഈ പഴയ രാജാവിന്റെ ഭരണ സംവിധാനത്തിനെ ഉപയോഗിച്ച് ജനാധിപത്യം പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മളെ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ. ലോകവ്യാപകമായി ജനാധിപത്യം എന്ന് പറയുന്ന രാജാവിനെ മാറ്റുന്ന പ്രക്രിയ അല്ലാതെ രാജാവിന്റെ ഉപകരണമായ ഭരണ സംവിധാനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പുകൾ നിൽക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ എല്ലാ ജനങ്ങളും ഏതെങ്കിലും മതത്തിനകത്തോ ജാതിക്കകത്തോ കുടുങ്ങി നിൽക്കുന്ന ജനതയെ ലോകത്തുള്ളു. അവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന ആധുനിക ജനാധിപത്യ വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് ആ വന്ന വിദ്യാഭ്യാസം മുഴുവനും ഈ മത നേതാക്കന്മാര് നേരിട്ട് നടത്തുന്ന ഇടങ്ങളായി അത് മാറി പഴയതിനെ അങ്ങനെ തന്നെ നിലനിർത്തി അതിനകത്തൂടാണ് ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സംഭവം ലോകവ്യാപകമായി ഉണ്ടായിപ്പോയി. മതത്തിനെ നേരിടാനോ അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നോ മനുഷ്യർ കാണാതെ പോവുകയും ആരാധിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റായ ആവശ്യമാണെന്നും ആളുകളുടെ ആശ്വാസത്തിന് അത് നിലനിന്നോട്ടെ എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു സ്ഥലമുണ്ട്. പക്ഷെ നല്ല നിയമങ്ങൾ ഉണ്ടാക്കി പതുക്കെ പതുക്കെ ഇതിനകത്തുനിന്ന് ആളുകളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടുകൾ കൊണ്ട് മാറ്റിയെടുക്കേണ്ട പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് വഴി ഇന്ന് നമ്മുടെ പോലുള്ള രാജ്യങ്ങൾ, അത് അമേരിക്കയായാലും ഇന്ത്യയായാലും തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ മതവിശ്വാസികൾ അവരുടെ കുഞ്ഞാടുകളെ നിയന്ത്രിച്ച് വോട്ട് ബാങ്ക് സിസ്റ്റങ്ങളാക്കി മാറ്റുകയും പൊതുവായി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടികളെ ഈ ആളുകളുമായി അസോസിയേറ്റ് ചെയ്യാതെ അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് വരുന്ന സ്ഥലത്ത് നിർണ്ണയിക്കാൻ കഴിയുന്നിടത്തേക്ക് മതവിശ്വാസങ്ങളെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജനാധിപത്യത്തിനകത്ത് ഏറ്റവും വലിയ തടസ്സമായി ഇന്ന് നിൽക്കുന്നത്.
മതവിശ്വാസികളായിരിക്കുന്നവര് തലപോയ ശരീരമാണ്. തല എന്ന് പറയുന്ന രാജാവായിരുന്നു. രാജാവ് അങ്ങ് പോയി. പക്ഷെ ഈ ജീർണ ശരീരം, ഈ ജീർണ ശരീരം ഇവിടെ വളരെ ശക്തമായിട്ട് ഈ ആളുകളെ അവരുടെ കൈവശം നിലനിർത്തിയിട്ട് ബാർഗെയിൻ ചെയ്യുന്നവരായിട്ട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ജനാധിപത്യ വിശ്വാസത്തിന് എൻ ബ്ലോക്ക് വോട്ട് ഞങ്ങൾ തരാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യകാലത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഈ ഓരോ ജാതിക്കും മതത്തിനനുസരിച്ച് കാൻഡിഡേറ്റിനെ നിർത്താനായിട്ട് നിർബന്ധിക്കപ്പെടുന്നിടത്തേക്ക് ഇന്ന് മാറിപ്പോയത്. ഇതിന്റെ സമയത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിനകത്തൂടെ പുത്തൻ പൗരരെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കാൻ കഴിയാതെ പോയത് മതവിശ്വാസികളുടെ കയ്യിലായിരുന്നു 80% ഈ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ. അപ്പൊ ആ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ മുഴുവനും ഇന്നും പ്രാർത്ഥനയും കാര്യങ്ങളും നിലനിർത്തി ഇതെല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. ഇപ്പൊ നാരായണ ഗുരുവൊക്കെ ഏകമതം എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്നതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരസ്പരം സ്നേഹിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന തലത്താണ് അദ്ദേഹം പറയുന്നത്. അങ്ങനല്ല. മതം എന്ന് പറയുന്നത് മനുഷ്യനെ നിയന്ത്രിക്കാൻ രൂപപ്പെടുത്തിയതാണെന്നുള്ള കാര്യം മറക്കരുത്. അതിനെ അഴിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയാണ് രാജാവിന്റെ ശരീരമായിരിക്കുന്ന ഭരണ സംവിധാനങ്ങളെ അഴിക്കേണ്ടതുണ്ട്. ഡീസെൻട്രലൈസ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന ആന്തരികമായി അടിമത്ത മനോഭാവം സൃഷ്ടിക്കുന്ന മതവിശ്വാസങ്ങളെ മറികടന്ന് പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ക്ലാസ് റൂമുകൾ രൂപപ്പെടുകയും ഒപ്പം തന്നെ ഈ പറയുന്ന സിസ്റ്റം, രാജാവിന്റെ സിസ്റ്റങ്ങളെ അഴിക്കേണ്ടതുണ്ട്. നമ്മൾ ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്നവര് കൊച്ചു രാജാക്കന്മാരായി മാറുന്നതാണ് ലോകവ്യാപകമായി നമ്മൾ കാണുന്നത്. അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെയാണ്, അമേരിക്കയിലും തന്നെ. എവിടെയാണോ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്തെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരാണ് ഉണ്ടായത്. ഇതുകൊണ്ടാണ് പ്രസിഡന്റൊക്കെ ഇപ്പോഴും അതേ സ്ഥലങ്ങളിലിരിക്കുന്നത്. ഇത് ഡീസെൻട്രലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ആശയ രൂപീകരണമായിട്ടുള്ള മതങ്ങളെ അഴിച്ചു പണിഞ്ഞ് ഒരു രാജ്യത്തിലെ പൗരരാക്കി മാറ്റി അവര് ഭൂമി എന്ന് പറഞ്ഞ ഭൗമബോധത്തിലേക്ക് ഉണർത്തുക എന്ന് പറയുന്ന പ്രക്രിയയിലാണ് നമ്മൾ ഇന്ന് പണിയെടുക്കേണ്ടതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാതെ രാജാക്കന്മാരുണ്ടാക്കിയ അതിരുകൾ നമ്മുടെ അതിരാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യം ഇനിയില്ല. അപ്പുറത്തിരിക്കുന്ന ആൾക്കാര് നമ്മുടെ കമ്പോളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം പ്രയോജനപ്പെടുന്നവരാണെന്നുള്ള അറിവോടെ ട്രാൻസ്ഫോർമേഷന് വിധേയമാകേണ്ട ലോകത്താണ് ഇന്ന് നമ്മളുള്ളത്. അല്ലാതെ രാജാക്കന്മാര് മാറ്റിയെങ്കിലും അവരുടെ ആയുധങ്ങളായിട്ടുള്ള എല്ലാ സാധനങ്ങളും, ഭരണപരമായ ആയുധവും നേരിട്ട് കൊല്ലാനുള്ള ആയുധവും എല്ലാം അങ്ങനെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് രാജ്യങ്ങൾ നിലനിർത്തി നമുക്ക് ഈ പറയുന്ന ഇന്റഗ്രേഷൻ ഇനി ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യങ്ങളുടെ ഐക്യം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭരണമല്ല, ക്രമീകരണത്തിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്ന യുക്തിക്കകത്താണ് നമ്മൾ ഇനിയും മുമ്പോട്ട് പോകേണ്ടത്. ഈ ഒരു ഘട്ടത്തിനകത്ത് നമ്മൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഘട്ടം ചിലയിടത്തേ ഉള്ളു. എല്ലാ സ്ഥലത്തും ഇന്ന് ഹണ്ടർ ഗാദറേഴ്സ് ഉണ്ടെന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കാലമെടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിനകത്ത് പോവുകയാണ്. അല്ല, മതവിശ്വാസം എന്ന് പറയുന്നത് എന്തോ മാനസികമായ ആശ്വാസം കൊടുക്കുന്നതല്ല, അടിമത്ത ബോധം ഉൽപ്പാദിപ്പിച്ച് ആശ്രിതത്വം ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനെ നിലനിർത്തിക്കൊണ്ട് സ്വതന്ത്രമായ വ്യക്തിത്വ രൂപീകരണം നടക്കത്തില്ല എന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സമാന്തരമായി വിദ്യാഭ്യാസത്തിനകത്തൂടെ ഭരണഘടനാപരമായിട്ടുള്ള വ്യക്തിബോധങ്ങൾ പകരം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ലോകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഒരു ദിവസം കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയ അല്ലെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇത് പറയേണ്ടത്. പക്ഷെ അല്ലാതെ മതം എന്തോ നല്ല ഒരു കാര്യമാണെന്ന് അടിമത്തം പഠിപ്പിക്കുന്നതാണ്. ഏത് സൂക്ഷ്മമായ ആശയമായാലും ആശ്രിതത്വം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഈ മതങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുന്ന യുക്തികളെ അത് പഠിപ്പിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് മതം ഗുണകരമായി ഉപയോഗിക്കാൻ കഴിയില്ല. അത് സ്നേഹിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന പോലാണ്. കഴിയില്ല എന്നറിയണം. മതം അഴിച്ചു പണിയേണ്ടതാണ്. രാജാവിന്റെ ഭരണ സംവിധാനങ്ങൾ അഴിച്ചു പണിയേണ്ടതാണ്. ഇത് രണ്ടും ചെയ്തുകൊണ്ടല്ലാതെ സ്വതന്ത്രമായ ജനാധിപത്യ ബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയില്ല.